പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ ഈശോയുടെ സ്നേഹമുള്ളവരെ, നമ്മുടെ പുരാണിയുടെ ഇടവകയെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ 22 മക്കള് ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. 23 കുട്ടികൾ പ്രത്യേകമായിട്ട് സ്ഥൈര്യലേവനുള്ള കൂതാശയ്ക്കായിട്ട് ഒരുങ്ങുന്നു. ആത്മാവിന്റെ വലിയ വരദാനങ്ങളും ഈശോയുടെ സജീവമായിട്ടുള്ള സാന്നിധ്യവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ പ്രത്യേകമായ ദിവസം പ്രാർത്ഥിക്കാം. തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക നമ്മുടെ അഭിമന്യ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയാണ്. ഏറ്റവും സ്നേഹത്തോടെ പിതാവിനെ നമ്മുടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ആദർവാണി സേവനത്തിന്റെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ പിതാവ് ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഒരുപാട് താല്പര്യത്തോടെ നമ്മുടെ ഇടവകയെയും ഇടവകയുടെ പ്രവർത്തനങ്ങളെയും വലിയ സ്നേഹത്തോടെ കരുതലോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന പിതാവിനെ ബുരാടി ഇടവകയിലേക്ക് ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്കേറെ പ്രിയപ്പെട്ട മൂന്നേലേശൻ നമ്മുടെ കൂടെയുണ്ട്. ബുരാടി ഇടവകയെ സംബന്ധിച്ച് ഇടവക രൂപീകരണത്തിന്റെ സമയത്ത് ഒരു സമൂഹമായിട്ട് രൂപപ്പെടുത്തുന്നതിൽ ഒരുപാട് പങ്കുവച്ച അച്ഛനാണ്. അച്ഛന് നമ്മുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനമാണുള്ളത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വലിയ സ്നേഹത്തോടെ എത്തിച്ചേർന്ന മുന്നേറ്റത്തിന് ഏറ്റവും ഹൃദയമായ രീതിയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഈശോ സമാനമായ സെബാസ്റ്റ്യൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ സെന്റ് സേവിയസിലെ പഠിപ്പിക്കുന്ന സെന്റ് സേവിയസില് ജോലി ചെയ്യുക സേവനം ചെയ്യുകയാണ്. അച്ഛനെയും ഏറ്റവും ഹൃദ്യമായിട്ട് ബുരാടി ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന മറ്റിടവകളിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഇടവകക്കാർക്കും ഏറ്റവും ഹൃദ്യമായ രീതിയിൽ ഇന്നത്തെ തിരുക്കർമ്മത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെയൊക്കെ പ്രാർത്ഥനകളാണ് മക്കൾക്ക് ഇന്ന് അനുഗ്രഹമായിട്ട് പെയ്തിറങ്ങേണ്ടത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ തീക്ഷ്ണമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം. അതിന് തന്നെ പിതാവ് തിരിതെളിച്ച് തിരുക്കർമ്മങ്ങൾ മുഴുവൻ നീക്കിക്കളയട്ടെ.
നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റു പറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുൻപ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിങ്ങൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവരിൽ വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകും കൽപ്പന പോ
കൃത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനം ബലവാനാമമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊക്കെ വിധം ഇപ്പോഴും കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവവചനമായ ഞങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എന്റെ നിയമം അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. 6 ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്ത് കൊണ്ടുവന്ന് ഒരുക്കി വെക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിന്റെ ഇരട്ടി ഉണ്ടായിരിക്കും. മോശയും ആരോനും എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു, കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും, പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. കാരണം തന്നെക്കെതിരായ നിങ്ങൾ ആഹ്ലാദപ്പെടാൻ ഞങ്ങൾ ആരാണെന്ന് കേട്ടിരിക്കുന്നു. ഞങ്ങൾ ആരാണ് നിങ്ങളുടെ ആഹ്ലാദികൾ? ഞങ്ങൾക്കെതിരായിട്ടല്ല, നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം പ്രത്യേകമായിട്ടും ആലോചന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർ തന്നെ തന്നെ മഴമഴയായി വചനം വചനം മഴമഴയായി വചനം സാക്ഷികളായി തീർന്നിടുവാൻ വചനം മഴമഴയായി വചനം മധുമൊഴിയായി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ അടുത്ത വിശ്വാസിയായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 27 മുതൽ 34. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രയും. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, അനുഗ്രഹമാണ്. ഹോളി ഫാമിലിക്കാർക്ക് അവരുടെ പ്രൊവിൻഷ്യൽ ഹൗസ് ഉൾപ്പെടെ സിസ്റ്റർ ബലിയോടെയുണ്ട്. പ്രൊവിൻഷ്യൽ ഹൗസ് ഉൾപ്പെടെ 2 ഉള്ളത്. തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം വരികയാണ്. വന്നിട്ട് മെയ് അവസാനം ഞാൻ സ്ഥാനാരോഹണത്തിന് ശേഷം നമ്മുടെ ഇടവുകളിലൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും പോയിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് ഇതേവരെ പോയത്. ഏറ്റവും ത്രേസ്യ എൻ്റെ സ്വന്തം വിശുദ്ധയാണ്. കാരണം മറിയ ത്രേസ്യ അമ്മയെ വിശുദ്ധയാക്കുവാനുള്ള പ്രക്രിയയിൽ പണി പഠിച്ച് വത്തിക്കാനുള്ള ഒരു ബാർ ലൈസൻസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മുടെ LLB പോലെ പ്രത്യേക കോഴ്സൊക്കെ ഉണ്ട്. ആ കോഴ്സ് കഴിഞ്ഞവർക്ക് ഈ ബാർ ലൈസൻസ് എടുക്കാൻ സാധിക്കുള്ളൂ.
അപ്പോൾ ഞാൻ ഇത് ഉദ്ദേശിച്ചിട്ടല്ല, റോമിലായിരിക്കുന്ന അവസരത്തിൽ ഈ കോഴ്സെല്ലാം ചെയ്ത് മറ്റുള്ള നമ്മുടെ ഇടവകയിൽ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ സംബന്ധിച്ച് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ ദിവസത്തിന്റെ ഭാവുകങ്ങളെ പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. അതോടൊപ്പം അവരുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും വളരെ ദിവസത്തെ പ്രിപ്പറേഷൻസ് ഒരുക്കങ്ങളെ ഈ ആദ്യ കുർബാന സ്വീകരണത്തിന്, സ്ഥൈര്യലേപന സ്വീകരണത്തിന് നിങ്ങൾ നടത്തിയിട്ടുണ്ടാകും. ഇടവകയിലെ സിസ്റ്റേഴ്സും മറ്റ് അധ്യാപകന്മാരൊക്കെ അതിനെ സഹകരിച്ചിട്ടുണ്ട്. ഹ്രസ്വമായിട്ട് സൂചിപ്പിക്കുവാൻ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാനാണ്. The bread of his life, of his body will not perish. That will give you eternal life. ആ യേശുവിന്റെ അനശ്വരമായ ശരീരവും രക്തവുമാണ് നിങ്ങൾ ആദ്യമായിട്ട് സ്വീകരിക്കുക. ഉത്തരം വളരെ നിസ്സാരമാണ്. ഒരു നേരത്തെ അപ്പത്തിന് വേണ്ടി, അന്നന്നത്തെ അപ്പം നേടുവാനായിട്ടാണ് മനുഷ്യർക്ക് വന്നിരിക്കുന്നത്. സ്വന്തം നാടും വീടും വിട്ട് ജോലി തേടി അല്ലെങ്കിൽ മികച്ച വിദ്യാഭ്യാസ സാധ്യതകൾ അന്വേഷിച്ച് $40 ബില്യൺ ഒരു വർഷം ഈ ഡയറ്റിങ്ങിന് വേണ്ടിയിട്ട് അമേരിക്ക ചെലവഴിക്കുക. മറുഭാഗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളില് ഒത്തിരിയേറെ ജനങ്ങള്, കുട്ടികള് പട്ടിണി കൊണ്ട് മരിക്കുന്നു. യേശു പറയുക, ഇതുപോലെ നശിച്ചു പോകുന്ന ഭക്ഷണത്തിന് വേണ്ടി പിന്നാലെ പോകുവാനല്ല, അനശ്വരമായ ഭക്ഷണത്തിലൂടെ നിത്യജീവിതം നേടുവാനുള്ള വഴിയാണ് യേശു പറഞ്ഞു തരിക. അതിന് യേശു വച്ചു നീട്ടുന്നത് സ്വന്തം ശരീരവും രക്തവുമാണ്. നമുക്ക് ഈ അനശ്വരമായ ഭക്ഷണത്തിന്റെ പാതയിലൂടെ വേണം പോകുവാനായിട്ട്. ദിവ്യകാരുണ്യത്തിലൂടെ ശക്തി സംഭരിച്ച് ആത്മീയമായ ഊർജം തേടി സമൂഹത്തിന് സേവനം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ കുർബാനയെ പറ്റി ചിന്തിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കുർബാനയുടെ ആത്മീയമായിട്ടുള്ള, കൗതാശികമായിട്ടുള്ള ഈ സംഗതിയാണ്. യേശുവിനെ സ്വീകരിക്കുന്നത് വഴിയായിട്ട് നിങ്ങൾ